അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു. താൻ ജീവനോടെ ഉണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇന്ന് തീയതി 15. അടുത്ത 19-ന് രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം. ഓർമ്മയുണ്ടോ? ഇന്ന് എത്ര രമ തീയതി? ഇന്ന് 19 അല്ലേ? ഇന്നെന്റെ ശാന്തി മുഹൂർത്ത. ശാന്തി മുഹൂർത്തോ? അതെന്താ സാറേ? അതൊരു ഭയങ്കര മുഹൂർത്ത. സകലതും തവിട് പൊടിയാക്കുന്നൊരു മുഹൂർത്തം. പൗഴ എവിടെ അമ്മേ? അവള് ചന്തയിൽ പോയി. ഇല്ല, അവളെ കാണുന്നുമില്ല. അമ്മ എന്തോ ജോലിയിലുമാണ്. അപ്പൊ ഞാൻ കരുതി അവളെ പറഞ്ഞയച്ചിട്ടുണ്ടാവുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞയക്കണ്ട. അവളിപ്പോ എനിക്കൊരു മോളാ. അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ. എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ, അതെന്താ? തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ. മോളാണെന്ന് കരുതിയാലേ ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് കൊല്ലാമല്ലോ, അതുകൊണ്ടാ. നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം എന്ന് നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ. ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാവരോടും ഒന്ന് തുറന്നു പറഞ്ഞാലോന്ന്. പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലനൂരെ തോന്നും. ജയണ്ണനക്ക് എങ്കിട്ട കാതൽ ഏട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കൂല, കൊല്ലും ഞാൻ അവനെ. ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം. ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും. തൊഴുത്ത് പശു പശു അവിടെ പശുക്കളെ ഉള്ളൂ. ഇത്തിരി മനസ്സമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം. ചിരിക്കണ്ട. ഉണ്ണിയേശുവിന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തി മുഹൂർത്തം അവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. നീ വാ, ഞാൻ അതിനകത്തുണ്ടാവും. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, நான் உன்னை விட மாட்டேன். நீ என் புன்னகை மன்னன். വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ട എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കി കൊന്നിടുവേ. നീ കഥ കടച്ച് തൂങ്ങ്. ഇപ്പടിയെങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്ന് ആ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. അത് തിരയായിരുന്നു. മച്ചപ്പേക്കോട്ടാ രാത്രിയില്. ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഓ ഗോപികൃഷ്ണ, എന്തോ പറമ്പിൽ നെല്ലിക്ക എത്രണ്ട്? 3 ചാക്ക് കിട്ടുവോ? 2.5 ചാക്കേ പറിച്ചോളച്ചാ. കുറച്ചുകൂടെ പറിക്കേ. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. മച്ചമ്പി, ഇന്നലെ ഞാൻ നല്ല തൂങ്ങി, ഒന്നും അറിഞ്ഞില്ല. നീ തൂങ്ങിയോ? നിജമാ സൊന്നാ തൂങ്ങല. എന്തേ, നിനക്ക് സുഖമില്ലേ?
ആരാ അത്? ആരാ കിടക്കുന്നേ? അയ്യോ, ഇത് നമ്മുടെ ഹരികൃഷ്ണനല്ലേ? മോനെ, നമ്മുടെ ശാന്തി മുഹൂർത്തം ആകെ കലങ്ങിപ്പോയില്ലേ? ഞാൻ ഉറങ്ങിപ്പോയി. അമ്മ, അമ്മ, എനിക്ക് എന്ത് പറ്റിയടാ മോനെ? ഏത് കുട്ടിച്ചാത്തനാണ് നിന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ ആരാണ്ട് കൈവേഷം കൊടുത്തേ. അയ്യോ, എന്താ? ഹരികൃഷ്ണനെ. എന്താ കാര്യം? എന്ത് പറ്റിയടാ? എന്താ അവനെ പശു തൊഴിച്ചോ? വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞ് നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത്? ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്തോ ദോഷകാലോ. നീ എവിടെയാടാ രാത്രി കിടന്നത്? മുറിയില്. ഉറങ്ങി എണ്ണീറ്റതോ? ദാ ഇവിടെ. അതെന്താ, ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ? കഴിഞ്ഞ ജന്മം ഇന്നലെ പോത്തോ മറ്റോ ആയിരുന്നിരിക്കും. അതാ ഇപ്പൊ ഇവിടെ കിടന്ന് തുടങ്ങുന്നത്. ഇനി ഞാനൊരു സത്യം തുറന്നു പറയാം. അമ്മേ, ഇങ്ങൊന്നേ. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേക്കുന്നത്? എങ്ങനെ ഇതിനുള്ളിൽ കേറുക? ഇതെന്താ ഇത്? ഓ, അച്ഛാ, പാന്റ് പാന്റ്. അമ്മാവാ, പാന്റ് പാന്റ്. എന്താടാ വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്ക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. എനിക്കിത് പാകാണ് അച്ഛാ. പിന്നെ ഇട്ട് പരിചയമില്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? അയ്യോ അമ്മാവാ. ആരെ കാണിക്കാനാണെങ്കിലും ശരി, ആര് വേഷം കിട്ടിയാലും ശരി, ഹരികൃഷ്ണന്റെ കാര്യത്തിലുള്ള തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. എന്താടി കാര്യം? ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത്? നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി. ഞങ്ങളോ? അതെ, നിങ്ങൾ എല്ലാരും ചേർന്നാ അങ്ങനെ ചെയ്തത്. ഉറക്കത്തിലേ അവൻ എങ്ങനെ തോന്നിയത്രേ? രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മയെ പറ്റിക്കാൻ എളുപ്പ, ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ. ഞാൻ മധുരയ്ക്കൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും. പിന്നെ 2 or 4 കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ. ഈ രാക്ഷസന്മാരെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്. ഒന്നും തോന്നരുത്. ഇല്ല. നിനക്കിപ്പോ മലയാളം പറഞ്ഞ ഒരുവിധം മനസ്സിലാവുന്നില്ലേ? ഇന്നലെ എന്താ വരാഞ്ഞത്? ഞാൻ കഥവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കകൾ. കൂർക്കകളോ? ഉങ്ക അച്ഛനും അച്ഛനും വന്നോ? എന്റെ അമ്മേ, ദാ ഇതെന്താ? വളയൽ. അച്ഛൻ എന്താ? ഇല്ലല്ലേ, നേത്ത് രാത്രി ജയകൃഷ്ണനും തന്നതാ.